നമസ്കാരം. ഞാൻ മധുസൂദന വാര്യർ, കേരളശ്ശേരി. സനാതനധർമ്മ സംഹിതയിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാൻ ആയുള്ള ഈ നാദശ്രീ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്ന ഭാഗം ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലെ അവസാനത്തെ എന്ന് പറയാൻ വയ്യ, 100ാമത്തെ ഒരു ശ്ലോകം. പിന്നെ അതിലും 3 ശ്ലോകം കൂടി ഉള്ളൂ. 100ാമത് വരുന്നതായി മാഹാത്മ്യം ഏകദേശം ഉപസംഹരിക്കുന്ന ഒരു ശ്ലോകമാണ്. ശ്ലോകം ഇതാണ്: അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഗഗാഥ അതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപതേ കുത്സിതഗതേ പരീക്ഷിത് സാക്ഷി യത് ശ്രവണഗത മുക്തി ശൗനകാദികളുടെ ചോദ്യം കേട്ട് സൂതൻ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അവരോട് പറയുകയാണ്. ഇതിനു മുമ്പായി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരെയധികം ക്ഷീണിച്ചു കിടക്കുന്ന സമയത്ത് ശ്രീനാരദ മഹർഷി ഭാഗവതം കൊണ്ട് അവരെ ഉയർത്തിയ കഥ പറയുകയുണ്ടായി. അതിനുശേഷം ഏതെല്ലാം തരത്തിലുള്ള പാപാത്മാക്കളെ ഭാഗവതം കൊണ്ട് ഉദ്ധരിക്കാമെന്ന് പറയുകയാണ് സൂതൻ. സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. സനകാദികൾ നാരദന് അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഉള്ള പാപങ്ങൾ ശ്രീമദ് ഭാഗവതം കൊണ്ട് തീരും? സദാ മദ്യപാനം നടത്തുക, പരസ്ത്രീഗമനം നടത്തുക, സ്വർണം മോഷ്ടിക്കുക, ഇതൊക്കെ ചെയ്തവരുമായിട്ടുള്ള കൂട്ടുകൂടുക, ഇങ്ങനെയുള്ള പഞ്ചമഹാപാതകങ്ങൾ ശരിക്ക് അവയ്ക്ക് പരിഹാരമില്ലാത്തതാണ്. ഗോഹത്തെയും അതിൽ പെടും. എന്നാൽ അത്തരം പാപം ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് പോകും എന്ന് പറയുകയാണ്. അതെങ്ങനെ കേൾക്കണം, പറയണം? പശ്ചാത്താപ ബുദ്ധിയോടുകൂടി ഇനിമേലിൽ ഇത്തരം തെറ്റുകൾ ചെയ്യില്ല എന്ന ബോധത്തോടുകൂടി കേൾക്കുകയോ പറയുകയോ വായിക്കുകയോ വേണം. അവിടെ തെറ്റുകൾ ധാരാളം ചെയ്യുകയും ചെയ്യുക, ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുക, അതിൻ്റെ പാപമൊക്കെ പോവും എന്നല്ല. നമ്മളൊക്കെ അസുഖം വന്നാൽ മരുന്ന് കഴിക്കും. ആ അസുഖം വരുത്തിയിട്ടാരും മരുന്ന് കഴിക്കാറില്ലല്ലോ. വന്നാൽ കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പാപം ഉണ്ടാക്കരുത്. അഥവാ ഉണ്ടായാൽ പശ്ചാത്താപ ബുദ്ധിയോട് കൂടിയിട്ട് ആവർത്തിക്കാതെ ഭാഗവതം കൊണ്ട് ഇല്ലാതാക്കാമെന്നേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. കഥകൾ പറഞ്ഞ് വരുന്നതായിട്ട് സമയത്ത് ആത്മദേവൻ എന്ന ബ്രാഹ്മണന് സന്തതി ഇല്ലാതെ ബുദ്ധിമുട്ടി. ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരു പഴം ജപിച്ച ആത്മദേവന് കൊടുക്കുകയാണ്. ഇത് പത്നിക്ക് കൊടുക്കുകയാണെങ്കിൽ ഗർഭം ധരിച്ച് പ്രസവിക്കും, ഒരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ആത്മദേവൻ്റെ പത്നിക്ക് പ്രസവിക്കണമെന്നോ ഒരമ്മയാകണമെന്നോ എന്ന ആഗ്രഹം ഇല്ലാത്ത സ്ത്രീകളായിരുന്നു. അപൂർവം ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ടാവും. അത്രേ യഥാർത്ഥ സ്ത്രീത്വത്തിന് വിരോധമായിട്ടുള്ള സ്വഭാവം ഉള്ളവളാണ്. ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുട്ടികളെ വളർത്തുക, ഇതൊന്നും എനിക്ക് വേണ്ട. എന്നാൽ ഇപ്പോൾ ഭർത്താവിനെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഒരു ചെറിയ ഭയമുണ്ട്. നാളെ അയാളുടെ കൂടെ കഴിഞ്ഞുകൂടേണ്ടതല്ലേ. ഒരു പശുവിന് ഈ പഴം കൊടുക്കാനിടയായി. പശു ഗർഭം ധരിച്ച് സ്വർണ്ണവർണ്ണത്തിൽ ഒരു ഉണ്ണിയെ പ്രസവിച്ചു, ഗോകർണൻ. ചെവി മാത്രം പശുവിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് ഗോകർണൻ. വേദം ചെവിയിൽ വീണ ആൾ എന്ന അർത്ഥവും എടുക്കാം. നല്ല ഒരു സ്വഭാവമുള്ള ഉണ്ണിയായി ഈ ഗോകർണൻ വളർന്നു. അതേ സമയത്ത് താൻ ഈ പഴം കഴിച്ചു എന്ന് ആത്മദേവൻ്റെ പത്നിയായിരിക്കുന്ന ദുന്ദുളി തൻ്റെ ഭർത്താവിനോട് നുണ പറഞ്ഞു.
അപ്പോൾ ഗർഭം ഉണ്ടായതായി അഭിനയിച്ചു. അവസാനം ഈ കാര്യങ്ങളൊക്കെ തൻ്റെ സഹോദരിയോട് പറയുകയാണ് പത്നി. ഇനിയിപ്പോൾ പ്രസവിക്കണമല്ലോ, താൻ പഴവും കഴിച്ചിട്ടില്ല, സത്യത്തിൽ ഗർഭിണിയല്ല, എന്തു ചെയ്യും? അപ്പോൾ ഈ സഹോദരി അപ്പോൾ ശരിക്കും ഗർഭിണിയായിരുന്നു. അവളൊരു സൂത്രം പറഞ്ഞു കൊടുത്തു. നീ ഒരു കാര്യം ചെയ്തോ, എൻ്റെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആത്മദേവന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ കുട്ടി ഇവിടെയില്ലേ വളരേണ്ടത്? സാരമില്ല, മുലപ്പാലില്ലാത്തത് കാരണം സഹോദരിയെ മുലപ്പാൽ കൊടുക്കാൻ ഇവിടെ നിർത്തിയതാണ് എന്ന് പറഞ്ഞാൽ മതി. പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, അമ്മ മാത്രമേ മുലപ്പാൽ കൊടുക്കുള്ളൂ എന്നില്ല. അമ്മയ്ക്ക് മുലപ്പാൽ കുറഞ്ഞാൽ വേറൊരാൾ മുലപ്പാൽ കൊടുക്കാം. അങ്ങനെ ഉള്ള സമ്പ്രദായ പ്രകാരം സഹോദരിയുടെ കുട്ടിയെ തൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ആത്മദേവന് കാണിച്ചു കൊടുത്തു. തങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. മുലപ്പാൽ കൊടുക്കാനായി സഹോദരി അവിടെ താമസവും ആക്കി. ഇവൻ്റെ പേരാണ് ദുന്ദുകാരി. വളരെ ദുഷ്പരിഗ്രഹകർത്ത. ആവശ്യമില്ലാത്തതൊക്കെ സ്വീകരിക്കുക, അതിന് പരിഗ്രഹം എന്ന് പറയും. ശരിക്കും ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം സ്വീകരിക്കാവൂ, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ബ്രാഹ്മണർക്ക്. അല്ലാത്തൊരു പരിഗ്രഹം, കിട്ടിയതൊക്കെ ഇവിടുന്നൊക്കെ വെച്ചാൽ വലിച്ചു കൂട്ടുക, വാരിക്കൂട്ടുക, പാപം അങ്ങനെ ആർജിക്കുക, പലരെ ദ്രോഹിക്കുക, വഴി തെറ്റായി കാണിച്ചു കൊടുത്ത് കിണറിൽ ചാടിക്കുക കണ്ണ് കാണാത്തവരെ. ഈ മാതിരി പ്രവൃത്തികളെ കൊണ്ട് തൻ്റെ അച്ഛനെ ആത്മദേവനെ അത്യന്തം ദുഃഖിപ്പിച്ചു. അപ്പോൾ ആത്മദേവൻ ചോദിച്ചു, ഗോകർണ, നിൻ്റെ ഈ സഹോദരൻ കാരണം ഞാൻ അത്യന്തം ദുഃഖിതനായിരിക്കുന്നു, ഞാൻ എന്താണോ വേണ്ടത്? അപ്പോൾ ഗോകർണൻ ഒരു ഉപദേശം അച്ഛന് കൊടുക്കുകയാണ്. ഉപദേശം കൊടുക്കുക, അറിവുണ്ടാവുക, ഇതിനൊക്കെ പ്രായം എന്നൊരു പ്രശ്നമൊന്നുമല്ല. പ്രായം കൊണ്ടല്ലല്ലോ ഇതൊന്നും ഉണ്ടാവണത്. ജ്ഞാനവൃദ്ധൻ, അതുപോലെ പല വൃദ്ധന്മാരുണ്ട്. അതിൽ ജ്ഞാനവൃദ്ധൻ ജ്ഞാനം വർദ്ധിച്ച ആളാണ്. ഒരു വിവരം, ഒരു ഉപദേശം കൊടുക്കുകയാണ് ഗോകർണൻ. ദേഹേസ്തി മാംസ രുതിരേഭിമതിന്തജത്വം യായ സുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശ്യം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യ രാഗരസിയോ ഭവഭക്തിനിഷ്ഠ. അച്ഛാ, ദുന്ദുകാരിയുടെ പ്രവൃത്തിയല്ല ശരിക്കും അച്ഛനെ ദുഃഖിപ്പിക്കുന്നത്. ദുന്ദുകാരി അച്ഛൻ്റെ മകനാണ് എന്ന ചിന്തയാണ് അച്ഛനെ ദുഃഖിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും കാണിച്ചാൽ അച്ഛൻ ദുഃഖിക്കാറില്ലല്ലോ. വാസ്തവത്തിൽ ഈ ചിന്തയ്ക്ക് വല്ല അടിസ്ഥാനവും ഉണ്ടോ? നമ്മുടെ ഈ ശരീരം തന്നെ ശരിക്കും പറയാച്ചാൽ നമ്മളല്ല, ആത്മാവാണ് ഞാൻ. എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്? ഞാൻ ഇതൊന്നും അല്ലാത്ത ഒന്നാണെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ആ ശരീരത്തിൽ ജനിച്ച പുത്രൻ എങ്ങനെ അച്ഛൻ്റെ ആവുക? ആ പുത്രന് എത്രത്തോളം അച്ഛനുമായിട്ട് ബന്ധം ഉണ്ടാവണം? സത്യത്തിൽ നമ്മൾ കൽപ്പിക്കുകയാണ് മമത. ഈ മമത മനസ്സിൽ നിന്ന് വിടൂ. ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കൂ. ദുന്ദുകാരി നന്നാവുകയോ നന്നാവാതിരിക്കുകയോ ആവട്ടെ, അച്ഛന് മനസ്സിന് സമാധാനം കിട്ടുന്നു. ആത്മദേവനാവട്ടെ ദശമസ്കന്ധം മാത്രം വായിച്ച് മുക്തി നേടി ദുന്ദുകാരിയെക്കുറിച്ചുള്ള ദുഃഖം മനസ്സിൽ നിന്ന് കളയുകയും ചെയ്തു. ദശമസ്കന്ധം മാത്രം വായിച്ചാൽ അത്ര ബലമുണ്ടെങ്കിൽ മുഴുവനും വായിച്ചാൽ എത്ര ബലം ഉണ്ടാവും? ഇപ്പം ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഭാഗവതം മുഴുവനും വായിച്ചാലേ ആവൂ. ഈ 7 ദിവസത്തിനകം സമയമില്ലാതെ ബുദ്ധിമുട്ടി വായിച്ച് നേരെ വായിക്കാനും ഒന്നും പറയാനും സമയം കിട്ടാതെ സമയക്രമങ്ങളൊക്കെ തെറ്റിച്ച് രാത്രിക്കാക്കി അങ്ങനെ വേണമെന്നില്ല എന്നാണ് ഭാഗവതം പറയണത്. വേറെ ശ്ലോകത്തിലും പറയുന്നുണ്ട്, ദിനാനോ നിയമോ നാസ്തി. ഇത്ര ദിവസം കൊണ്ട് ഇത്ര അധ്യായം വായിക്കണം എന്ന നിയമമൊന്നുമില്ല, കുറച്ച് വായിച്ചാൽ മതി. ഇപ്പോൾ സാധാരണ ദശമസ്കന്ധം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുമാത്രം വായിച്ച് സപ്താഹം നടത്തുന്നതിൽ ഒരു തെറ്റും ഇല്ല. ഈ ദശമസ്കന്ധം വരെ ഒരു ഭാഗമാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ദിനാനോ നിയമോ നാസ്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഫ്രം ബിഗിനിങ് ടു എൻഡ് വായിച്ചിട്ടാണ് ഇപ്പോൾ സപ്താഹം നടത്തുന്നത്. സമയക്കുറവ് വളരെയധികം ബുദ്ധിമുട്ടുന്നു, സമയക്രമം തെറ്റിക്കേണ്ടി വരുന്നു, രാത്രിക്ക് സപ്താഹം നടത്തേണ്ടി വരുന്നു. അത് തെറ്റാണ്. നിയമപ്രകാരം അസ്തമയം വരെ സപ്താഹം നടത്താവും. അതുകൊണ്ട് ദശമസ്കന്ധം മാത്രം വായിച്ച് നടത്തുന്നത് തീർച്ചയായിട്ടും പ്രായോഗികമാണ്. എന്തായാലും ആത്മദേവൻ മുക്തി നേടി. അതുകൊണ്ട് ആ ദുന്ദുകാരിയാവട്ടെ വളരെ വലിയ പ്രേതമായി മാറി. ദുഷ്കർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ഒന്നും ചെയ്യാതെ, ഭാഗവതം കേൾക്കുകയും നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ കൊണ്ട് മരണശേഷം, അതായത് പല സ്ത്രീകളും ഈ ദുന്ദുകാരിയെ വധിക്കുകയാണ്, വായയിൽ കണൽ കോരിയിട്ട് വധിക്കുകയാണ്.
എങ്ങനെയാണ് ചീത്ത പ്രവൃത്തികൾ ചെയ്തവർക്ക് ചീത്ത അനുഭവം ഉണ്ടാവുക എന്ന് കാണിക്കുകയാണ്. മഹാപ്രേതമായിട്ട് മാറി. എന്താണ് പ്രേതം? തെക്ക് ഭാഗത്തേക്കൊക്കെ ചിന്തിച്ച പ്രേതം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, മരിച്ച ശരീരം എന്നർത്ഥം. ശരിക്കും പ്രേതം എന്ന് പറഞ്ഞാൽ പ്രേത്യ ന ഗതി ഇതി പ്രേത, മരിച്ചു പോയ ജീവനില്ലാത്ത ആത്മാവിന്, അതായത് ഗതിയില്ലാത്ത ആത്മാവിനാണ് പ്രേതം എന്ന് ശരിക്കും. പ്രേത്യ ന ഗതി, മരിച്ചു പോയ ഗതിയില്ലാത്തത് എന്തോ അത് പ്രേതം. കാറ്റായിട്ട്, പോത്തായിട്ട്, ആടായിട്ട്, പശുവായി, പല ആകൃതിയിൽ ഗോകർണൻ തൻ്റെ സഹോദരൻ്റെ പ്രേതാവസ്ഥ ജീവനെ ഇങ്ങനെ കാണുകയാണ്. നീ ആരാണെന്ന് ചോദിച്ചു. പ്രേതം പറഞ്ഞു, ഞാൻ നിൻ്റെ സഹോദരനായിരിക്കുന്ന ദുന്ദുകാരിയാണ്. അപ്പോൾ ഈ ഗോകർണൻ ഈ സഹോദരന് വേണ്ടിയിട്ട് ദയാശ്രാർത്ഥം ഊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് മോക്ഷം കിട്ടിയില്ലേ ദുന്ദുകാരി എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എത്ര ദയാശ്രാർത്ഥം ഊട്ടിയാലും എനിക്ക് മോക്ഷം കിട്ടില്ല. അത്ര ദുഷ്കർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. വേറൊരു ഉപായം നീ എനിക്ക് വേണ്ടി ചിന്തിക്കണം. സൂര്യനെ തടുത്ത് നിർത്തി ഗോകർണൻ ചോദിച്ചു. അതിനൊക്കെയുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. എൻ്റെ സഹോദരന് മോക്ഷം കിട്ടാനുള്ള മാർഗം അല്ലയോ സൂര്യദേവ, എല്ലാം അറിയുന്ന പ്രകാശസ്വരൂപനായിരിക്കുന്ന അങ്ങൊന്ന് പറഞ്ഞു തരണം. ഉടനെ സൂര്യഭഗവാൻ പറഞ്ഞു, ശ്രീമദ് ഭാഗവതാൻ മുക്തി സപ്താഹം വാചനം കുരു. 7 ദിവസം കൊണ്ട് സപ്താഹം കേൾപ്പിക്കൂ. എൻ്റെ സഹോദരന് തീർച്ചയായിട്ടും മോക്ഷം കിട്ടിയിരിക്കും. 7 കമ്പുള്ളൊരു മുളയുടെ ഉള്ളിൽ ഈ ദുന്ദുകാരിയുടെ പ്രേതത്തെ ആവാഹിച്ചിരുത്തി ആദ്യത്തെ ദിവസം വരാഹാവതാരത്തിന് ശേഷം അനുകർണമ സംവാദം, 2ാമത്തെ ദിവസം ഭരതോപാഖ്യാന പര്യന്തമുള്ള കഥ, 3ാമത്തെ ദിവസം സപ്തമസ്കന്ധം മുഴുവനെ, 4ാമത്തെ ദിവസം കൃഷ്ണാവതാരം, 5ാമത്തെ ദിവസം രുക്മിണി സ്വയംവരം, 6ാമത്തെ ദിവസം ഹംസാവതാരവും, 7ാമത്തെ ദിവസം ശുഖവന്ദനത്തോടു കൂടിയിട്ട് ഭാഗവതാണ്ട് കേട്ടപ്പോൾ ഈ ദുന്ദുകാരി അതിമനോഹരമായ ശ്രീകൃഷ്ണ സ്വരൂപമായിട്ട് പുറത്തേക്ക് വന്നു. എല്ലാവർക്കും അത്ഭുതം. ഇത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടും ഇത്ര സുന്ദരമായിട്ടൊരവസ്ഥയ്ക്ക്, ജീവൻ്റെ ഏറ്റവും താണ അവസ്ഥയാണ് പ്രേതം, ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് മോക്ഷം. അപ്പം അത്രയും താണ അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ ഭാഗവതം പര്യാപ്തമാണ്. പരീക്ഷത്തിനും തക്ഷകം കടിച്ച് ശാപം കിട്ടിയെന്നറിഞ്ഞ് 7 ദിവസം കൊണ്ട് മോക്ഷം കിട്ടി. സാധാരണ പാമ്പ് കടിച്ചാൽ ദുർമരണം ഉണ്ടാവുക, പക്ഷെ അത് ദുർമരണമല്ലാതെ ആയി തീർന്നു. അദ്ദേഹവും ഭഗവത് സ്വരൂപത്തെ പ്രാപിച്ചു. ഇനി ഉപസംഹരിക്കുന്ന ഘട്ടത്തിൽ ശുഗമഹർഷി പറയുകയാണ്, അസാരേ സംസാരേ വിഷസംഗാകുലതിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഗഗാദാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപതേ കുത്സിതകഥേ പരീക്ഷിത് സാക്ഷി യച്ഛവണഗത മുക്തിയുക്തികഥനേ. അസാരം ആയിരിക്കുന്ന ഈ സംസാരത്തിൽ വിഷയങ്ങളുടെ വിഷം കലർത്തിയതായ കഥകൾ കേൾക്കാൻ അനവധിയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ സീരിയൽ മനസ്സിൽ കണ്ട് എഴുതിയതാണ് വ്യാസർ ഇത് എന്ന് നമുക്ക് തോന്നും. വിഷയങ്ങളുടെ വിഷം കലർത്തുക, എങ്ങനെ വേറൊരു ആളുടെ കുട്ടിയെ തട്ടിയെടുക്കാം, എങ്ങനെ വേറൊരു കുട്ടിക്ക് വിഷം കൊടുക്കാം, എങ്ങനെ ഒരാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാം, പ്രതികാര ബുദ്ധി കൊണ്ട് വെടിവെച്ച് കൊല്ലാം, ഇപ്രകാരത്തിലുള്ള മതമത്സരാദികൾ മനസ്സിൽ വളർത്തുന്ന കഥകൾ, ഒട്ടും സമാധാനത്തെ തരാത്ത കഥകൾ കേട്ട് കേട്ട് ഹേ മനുഷ്യ, എന്തിനാണ് നീ ഇങ്ങനെ ഈ ജീവിതം വ്യർത്ഥമാക്കി തീർക്കുന്നത്? ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഗഗാധാതുലസുധാം. ശുഗമഹർഷിയാൽ പാടപ്പെട്ടതായിട്ടുള്ള അമൃതസമാനമായ ശ്രീമദ് ഭാഗവതാമൃതം അല്പമെങ്കിലും കേട്ട് നിന്റെ ആത്മാവിന് ശാന്തി നൽകിക്കൂടെ നിനക്ക്? എന്തിനാണ് കുത്സിതകഥയെ കിമർത്ഥം വ്യർത്ഥം പോ വ്രജത കുപതേ കുത്സിതകഥ? കുത്സിതകഥയാണ്. വളരെയധികം നമുക്ക് മനസ്സിന് വിഷമവും സംഘർഷവും ഉണ്ടാക്കുന്ന കഥകൾ കേട്ടിട്ട് മനസ്സിനെയും ആത്മാവിനെയും നീ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത്? ഈ മനുഷ്യജന്മം ഭാരതത്തിൽ കിട്ടിയിട്ട് ഭാഗവതം കേട്ടാൽ ഗുണം കിട്ടും എന്നുള്ളതിന് എന്താണ് തെളിവ്? പരീക്ഷിത് സാക്ഷി യച്ഛവണഗത മുക്തിയുക്തികഥനെ. വളരെയധികം 7ാമത്തെ ദിവസം തക്ഷകം കടിച്ച് മരിക്കുമെന്ന ശാപം കിട്ടിയ ദുർമരണം ഉണ്ടാവേണ്ടതായ പരീക്ഷിത്ത് പോലും ഈ ഭാഗവതം കേട്ട് മുക്തിയെ പ്രാപിച്ചു എങ്കിൽ അത്രയൊന്നും പാപം ചെയ്യാത്ത നമ്മൾ ശ്രീമദ് ഭാഗവത ശ്രവണത്താൽ എത്രമാത്രം ഉയരും എന്ന് ഉപദേശിച്ചിട്ടാണ് ഭാഗവത മഹാത്മ്യം നിർത്തിയിരിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.